ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആകർഷണ നിയമം എന്ന് പറയുന്നത് ഒരു സയൻസാണ്. ലൈക്ക് സ്പിരിച്വാലിറ്റി പോലെ. ഇതെല്ലാം ഇപ്പം ഇവിടെ നിലനിൽക്കുന്നതാണ് അല്ലേ? അതിനൊക്കെ ഒരു ശാസ്ത്രമുണ്ട്. അതായത് ഇവിടെ ഓൾറെഡി എക്സിസ്റ്റാണ്. ഇതെങ്ങനെ എല്ലാം സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്? അതായത് ഊർജങ്ങൾ കൊണ്ട്. നമുക്കെല്ലാവർക്കും അറിയാം, ഈ എനർജി അല്ലെങ്കിൽ ഊർജത്തെ നിർമ്മിക്കുവാനോ അല്ലെങ്കിൽ നശിപ്പിക്കുവാനോ കഴിയത്തില്ല. അത് ഒരു ഫോമിൽ നിന്നും മറ്റൊരു ഫോമിലേക്ക് നമുക്ക് മാറ്റാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ പറയുന്നുണ്ട്, എല്ലാം ഊർജമാണ്, ഊർജമാണ് എല്ലാം. എനർജി ഈസ് എവറിത്തിങ്, എവറിത്തിങ് ഈസ് എനർജി. അങ്ങനെയാണെങ്കിൽ ഒന്ന് ചിന്തിച്ച് നോക്കിയേ, നമ്മൾ മാനിഫെസ്റ്റ് ചെയ്തെടുക്കുന്ന ഏതൊരു സംഭവവും അല്ലെങ്കിൽ നമ്മുടെ ആഗ്രഹങ്ങൾ, നമ്മുടെ സ്വപ്നങ്ങൾ, ഇതൊക്കെ ഈ ഊർജം കൊണ്ടല്ലേ നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത്? എല്ലാം ഊർജമാണല്ലോ, നമ്മൾ ഓൾറെഡി പറഞ്ഞു പോയി. അങ്ങനെയാണെങ്കിൽ നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും, എല്ലാ സ്വപ്നങ്ങളും, എല്ലാ ലക്ഷ്യങ്ങളും ഓൾറെഡി നിർമ്മിക്കപ്പെട്ടിട്ടുണ്ട്. അതായത് ഈ പ്രപഞ്ചത്തിനകത്ത് ഉണ്ട് എന്ന്. വീഡിയോയിലേക്ക് പോകുന്ന മുന്നേ നമ്മൾ വളരെ സക്സസ്ഫുള്ളായിട്ട് ഡെവലപ്പ് ചെയ്ത് വരുന്ന വാട്സപ്പ് കമ്മ്യൂണിറ്റി ഉണ്ട്. സോ ആ കമ്മ്യൂണിറ്റിയിലേക്ക് നിങ്ങൾക്ക് വരാൻ ആഗ്രഹമുണ്ടെങ്കിൽ, ജീവിതം എന്നും പോസിറ്റീവായിട്ട് നിലനിർത്താൻ, അല്ലെങ്കിൽ ഈ മഹത്തായ ലോ ഓഫ് അട്രാക്ഷനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാനായിട്ട് നല്ലൊരു പോസിറ്റീവ് കുടുംബം മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. ഉറപ്പായും വാട്സപ്പിൻ്റെ ലിങ്ക് താഴെ കൊടുക്കുന്നു. നിങ്ങൾ ക്ലിക്ക് ചെയ്ത് നമ്മുടെ കുടുംബത്തിലേക്ക് അംഗമാകാം. അതുപോലെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഉറപ്പായും നിങ്ങളുടെ സപ്പോർട്ട് അത്യാവശ്യമാണ്. ഇതുവരെ തന്ന എല്ലാ സപ്പോർട്ടിനും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. ഇനിയും സപ്പോർട്ട് ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, കൂട്ടുകാരിലേക്ക് എത്തിക്കുക. അപ്പോൾ പറഞ്ഞു വരുന്നത്, നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത്, നിങ്ങൾ എന്താണോ മാനിഫെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇരിപ്പുള്ളത്, അത് ഓൾറെഡി നിർമ്മിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ എന്താണ് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ജസ്റ്റ് ആ ഒരു വസ്തുവിലേക്കുള്ള അല്ലെങ്കിൽ ആ ഒരു ഊർജത്തിലേക്കുള്ള ചെറിയൊരു ട്യൂൺ ചെയ്താൽ മാത്രം മതി. അതായത് അതിൻ്റെ ഫ്രീക്വൻസിയിലേക്ക് നമുക്ക് എത്താൻ സാധിച്ചാൽ ഉറപ്പായി നമുക്ക് അത് എന്ത് ചെയ്യാൻ പറ്റും? അട്രാക്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ എന്തൊക്കെ നമുക്ക് ആ ട്യൂണിലേക്ക് കൊണ്ടെത്തിക്കണം? നമ്മുടെ ഫിസിക്കൽ കപ്പാസിറ്റി, അതായത് ശാരീരിക ശേഷി എന്ന് പറയുമ്പോൾ അത് നമ്മുടെ ബോഡിയാണ്, നമ്മുടെ ശരീരം. രണ്ടാമത് നമ്മുടെ മെൻ്റൽ കപ്പാസിറ്റി ട്യൂൺ ചെയ്യണം. മാനസിക ശേഷിയെ മികച്ചതാക്കണം, അതായത് നമ്മുടെ മൈൻഡ് സെറ്റ്. അതിനകത്ത് തന്നെ രണ്ടെണ്ണം ഉണ്ട്. നമ്മുടെ കോൺഷ്യസ് മൈൻഡും ഉണ്ട്, സബ് കോൺഷ്യസ് മൈൻഡും ഉണ്ട്. അതുപോലെ തന്നെ ഇമ്പോർട്ടൻസ് ആണ് സ്പിരിച്വൽ എനർജീസ്, ആത്മീയ ഊർജങ്ങളെ. ഈ പറഞ്ഞതെല്ലാം നമുക്ക് കറക്റ്റായിട്ട് അലൈൻ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ അലൈൻഡ് ആക്കാൻ നമുക്ക് സാധിക്കുമെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്നത് എന്തും നമുക്ക് വളരെ വേഗം നമുക്ക് അട്രാക്ട് ചെയ്യാൻ പറ്റും. ബിക്കോസ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ ഓൾറെഡി നമ്മുടെ ഈ പ്രപഞ്ചത്തിനകത്ത് ഉണ്ട്. നമ്മുടെ എന്താണോ ആഗ്രഹം അത് ഓൾറെഡി നിർമ്മിക്കപ്പെട്ടിട്ടുണ്ട്. ഒരു ബെസ്റ്റ് എക്സാമ്പിൾ പറയാം, അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ വളരെ വ്യക്തമായിട്ട് മനസ്സിലാവും. എന്തെന്നാൽ പലപ്പോഴും നമ്മൾ FM റേഡിയോസ് നമ്മൾ കേൾക്കാറുണ്ട്. അതെങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 94.3 FM എന്ന് നമ്മൾ ഒരു FM ഉണ്ടാവും, ഏതെങ്കിലും ഒരു FM സ്റ്റേഷൻ ഉണ്ടാവും. അത് കറക്റ്റായിട്ട് നമ്മൾ ആ 93.4 എന്ന ഒരു ഫ്രീക്വൻസിയിലേക്ക് സെറ്റ് ചെയ്യുമ്പോഴാണ് 93.4 എന്ന ആ ഒരു ഫ്രീക്വൻസിയുടെ ഔട്ട്പുട്ട് നമുക്ക് കിട്ടുന്നത്, അല്ലെങ്കിൽ ആ ഒരു FMൻ്റെ ഔട്ട്പുട്ട് നമുക്ക് കിട്ടുന്നത്. ഇനി അതല്ല, അവിടെ നിന്ന് നമ്മൾ കുറച്ചുകൂടെ ട്യൂൺ ചെയ്താലോ, അവിടെ നിന്ന് വേറൊരു ചാനലിലേക്ക് നമ്മൾ ട്യൂൺ ആകുമ്പം ഏത് സെൻറ്ററാണോ അവിടെ നിന്ന് ഔട്ട്പുട്ട് പുറത്തേക്ക് വിടുന്നത്, നമ്മുടെ FM അത് റിസീവ് ചെയ്യും. അത് കറക്റ്റ് ഫ്രീക്വൻസിയിലായാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ആ ഔട്ട്പുട്ട് നമുക്ക് സ്വീകരിക്കാൻ പറ്റത്തുള്ളൂ. ശരിയല്ലേ? അതുപോലെ ഒരു കാര്യം ശ്രദ്ധിച്ച് നോക്കിയേ, എല്ലാ റേഡിയോ ചാനൽസും അറ്റ് എ ടൈം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും അല്ലേ? പല 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 കമ്പനീസുടെ റേഡിയോസ് ഓൺ ആയിരിക്കുന്നുണ്ടാവും. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ലൈഫുമായിട്ട് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്ത് നോക്കാം. നമ്മുടെ ഈ പ്രപഞ്ചത്തിനകത്ത് ലവ് FM ഉണ്ട്, അബൻഡൻസ് FM ഉണ്ട്, മണി FM ഉണ്ട്, ഹെൽത്ത് FM ഉണ്ട്, ഇങ്ങനെ പലതും ഉണ്ട്. അത് വെച്ച് നമുക്കൊരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ, നിങ്ങളിപ്പോൾ ഒരു ട്രെയിൻ യാത്ര ചെയ്യുന്നുണ്ട്. നോക്കിയപ്പം കുറച്ച് കൂട്ടർ അവിടെ ട്രെയിനകത്ത് വലിയ ബഹളം ഉണ്ടാക്കി, അടിയുണ്ടാക്കി, വലിയ തോതിൽ അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. ഇനി വേറൊരു വ്യക്തിയെ നമ്മൾ കണ്ടു. വേറൊരു വ്യക്തി നോക്കിയപ്പോൾ അവർ നല്ലതായിട്ട് പാട്ടൊക്കെ കേട്ട് എൻജോയ് ചെയ്ത് കാഴ്ചകളൊക്കെ കണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. ഇനി ആ ട്രെയിൻ യാത്ര അവസാനിക്കുന്ന സമയത്ത് ഈ രണ്ട് വ്യക്തികളോട് നമ്മൾ
ജസ്റ്റ് ഒരു ഇൻ്റർവ്യൂ ചോദിക്കുകയാണ്, അല്ലെങ്കിൽ എന്തായിരുന്നു നിങ്ങളുടെ യാത്രയുടെ അനുഭവം ചോദിക്കുകയാണെങ്കിൽ, രണ്ടുപേരും രണ്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള രണ്ട് ഫീലിംഗ് ആയിട്ടുള്ള എക്സാമ്പിൾസ് അല്ലെങ്കിൽ എന്ത് പറയാനാ അനുഭവങ്ങളായിരിക്കും പറയുന്നത്. ശരിയല്ലേ? അപ്പോൾ ഈ രണ്ട് പേരും രണ്ട് ആൻസർ പറയാൻ അല്ലെങ്കിൽ രണ്ട് എക്സ്പീരിയൻസ് പറയാൻ കാരണം അവർ രണ്ട് ലോകത്തായിരുന്നു. അല്ല, അവർ ഒരു ലോകത്താണ്. പക്ഷെ അവർ ട്യൂൺ ചെയ്ത രണ്ടും രണ്ട് തരത്തിലുള്ള ഫ്രീക്വൻസീസാണ്, അല്ലെങ്കിൽ രണ്ട് റിയാലിറ്റിയാണ് അവർ ട്യൂൺ ചെയ്തത്. അതുകൊണ്ട് തന്നെ അവരുടെ എക്സ്പീരിയൻസും അല്ലെങ്കിൽ അവരുടെ അനുഭവവും രണ്ടും രണ്ടായിരിക്കും. കുറച്ച് ആൾക്കാർ പറയുന്നു ലോ ഓഫ് അട്രാക്ഷനിലൂടെ നമുക്ക് നമ്മുടെ ആഗ്രഹങ്ങളെ അട്രാക്ട് ചെയ്യാൻ പറ്റത്തില്ല എന്ന്. അങ്ങനെയാണെങ്കിൽ നമുക്ക് നോക്കിയാലോ. ഒരു ദിവസം നിങ്ങൾ പുറത്തേക്ക് പോകുമ്പം എല്ലാവരും നോക്കി ചിരിക്കുക, വളരെ സന്തോഷത്തോടെ മുന്നോട്ട് പോവുക, നല്ല സഹായിക്കുന്ന മനസ്സോടു കൂടി നിൽക്കുക. അങ്ങനെ ആ ദിവസം അവസാനിക്കുമ്പോൾ നിങ്ങൾ എല്ലാ ഡാറ്റാസ് കളക്ട് ചെയ്യണം. അതായത് എങ്ങനെയായിരുന്നു നിങ്ങളുടെ ദിവസം, എത്ര പേര് ചിരിച്ചു, എത്ര പേര് നിങ്ങൾ നോക്കി ചിരിച്ചു, എത്ര പേര് നിങ്ങളോട് കൈൻഡായിട്ട് പെരുമാറി. സോ ജസ്റ്റ് ഡാറ്റാസ് കളക്ട് ചെയ്യുക. എന്നിട്ട് പിറ്റേ ദിവസം നിങ്ങൾ നേരെ തിരിച്ച് ഓപ്പോസിറ്റായിട്ട് ആൾക്കാരുടെ വലിയ തോതിൽ ദേഷ്യപ്പെടുക, ആരും സഹായിക്കുന്ന മെൻറ്റാലിറ്റി ഇല്ലാതെ, ആരെയും മുഖത്തോ നോക്കി ചിരിക്കാതെ എല്ലാവരും ദേഷ്യത്തോടെ പെരുമാറി ഒരു റൂഡായിട്ട് പെരുമാറുക. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, അന്ന് വൈകുന്നേരം വീണ്ടും ഒരു സർവേ എടുക്കുക, ഡാറ്റാസ് മൊത്തം കളക്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും രണ്ടും രണ്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഡാറ്റാസ് ആയിരിക്കും, ഇൻഫർമേഷൻസ് ആയിരിക്കും. അത് രണ്ടും നിങ്ങൾ താരതമ്യം ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഒരു പ്രവർത്തനമില്ലാതെ അവിടെ ഒരു പ്രതിപ്രവർത്തനമില്ല എന്ന്. നിങ്ങൾ മനസ്സിലാക്കുക, എപ്പോഴും യൂണിവേഴ്സ് പ്രവർത്തിക്കുന്നത് എങ്ങനെയെന്ന് ചോദിച്ചാൽ ഒന്നുകിൽ ഏതെങ്കിലും മനുഷ്യർ വഴിയാവാം, അല്ലെങ്കിൽ കുറച്ചുകൂടെ വ്യക്തമായിട്ട് പറയണമെങ്കിൽ പല വ്യക്തികളിലൂടെ, പല സാഹചര്യങ്ങളിലൂടെ, പല സന്ദർഭങ്ങളിലൂടെ ആയിരിക്കും നമ്മുടെ പ്രപഞ്ചം അല്ലെങ്കിൽ നമ്മുടെ യൂണിവേഴ്സ് നമ്മളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. എന്തിനാണ് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്? നമ്മുടെ ആഗ്രഹം നമ്മളിലേക്ക് എത്തിക്കാൻ, നമ്മുടെ ആഗ്രഹം നമുക്ക് നേടിയെടുക്കാൻ. അതുകൊണ്ടാണ് എപ്പോഴും പറയുന്നത് നമ്മുടെ വൈബ്രേഷൻ ഫ്രീക്വൻസി ഓഫ് ഇന്നർ റിയാലിറ്റി, അതായത് നമ്മുടെ ഉള്ളിലുള്ള ആ വൈബ്രേഷൻ ഫ്രീക്വൻസി എത്രമാത്രം ഹയറിലാണോ, എത്രമാത്രം വൈബ്രൻ്റഡ് ആണോ, എത്രമാത്രം വളരെ വേഗം നമ്മുടെ മാനിഫെസ്റ്റേഷൻ നടക്കും. ഇതുകൂടെ ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് നിങ്ങളുടെ ഉള്ളിലുള്ള ഇന്നർ സെൽഫിനെ ചേഞ്ച് ചെയ്യാൻ പറ്റുമെങ്കിൽ, അതായത് മനസ്സിലാവുന്ന രീതിയിൽ പറയാം, നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം നിങ്ങളിലേക്ക് കിട്ടണമെങ്കിൽ വെറുതെ ചിന്തിച്ചിട്ട് കാര്യമില്ല, ഉയർന്ന ചിന്താഗതി ഉണ്ടായിട്ട് മാത്രം കാര്യമില്ല. നമ്മൾ നമ്മുടെ ഇന്നർ ലെവലിൽ അതും കൂടെ അലൈൻഡ് ആയാൽ മാത്രമേ നമുക്ക് ആഗ്രഹം സഫലമാക്കാൻ പറ്റൂ. എങ്ങനെയെന്നാൽ എന്താണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് അതല്ല നിങ്ങൾക്ക് ലഭിക്കുന്നത്, എന്താണോ നിങ്ങൾ അതാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. സോ എല്ലാ ആൾക്കാർക്കും ഒരു വീഡിയോ മനസ്സിലായിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഉറപ്പായും നിങ്ങൾക്ക് നമ്മുടെ യൂട്യൂബ് കമൻറ്റിൽ രേഖപ്പെടുത്താം. അതുപോലെ നിങ്ങൾക്ക് വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ വന്നു കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് സംശയങ്ങൾ ചോദിക്കാൻ പറ്റും. എല്ലാവർക്കും ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ, സമ്പത്ത്, സമൃദ്ധി, ഐശ്വര്യ, ആരോഗ്യം ഉണ്ടാവട്ടെ. താങ്ക് യു.